വിക്രം പ്രഭു നായകനായിട്ടുള്ള സിറൈ എന്ന പുതിയ തമിഴ് സിനിമ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രിവിലേജുകളും അറിവും ഉള്ള ആളുകൾ അതില്ലാത്തവരെ നീതി നിഷേധിക്കപ്പെടുന്ന അവസരങ്ങളിൽ അവരാലാകുന്ന പവർ ഉപയോഗിച്ച് സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയാണ്. പക്ഷേ ആ ഒരു ഐഡിയ പ്രസന്റ് ചെയ്യാൻ ഉപദേശ സ്വഭാവത്തിലേക്ക് ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള സുരേഷ് രാജകുമാരിയോ രചയിതാവായിട്ടുള്ള തമിഴോ പോകുന്നില്ല. ആദ്യ പകുതിയിൽ വല്ലാതെ ജനറിക്കായി തോന്നുകയും രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഡ്രാമ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവുകയും പതിയെ പതിയെ നമ്മുടെ പ്രഡിക്ഷനുകളെ പൊളിക്കുകയും ചെയ്യുന്ന, ഉദ്ദേശിച്ച കാര്യം എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ പണിയെടുത്തിട്ടുള്ള ഒരു സിനിമയാണ് സിറൈ. റിസർവ് പോലീസ് ക്യാമ്പിലുള്ള കോൺസ്റ്റബിൾ ആയിട്ടുള്ള കതിരവനാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. ഏതാണ്ട് 7 വർഷത്തോളമായിട്ട് അയാൾ അവിടെ തന്നെയാണ്. അങ്ങനെ ഇരിക്കെ ഒരു പ്രതിയെ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ സംഭവിച്ചൊരു പിഴവ് അയാൾക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി ഉണ്ടാകുന്നതിലേക്ക് നയിക്കുന്നു. അതിനിടയിൽ മറ്റൊരു പ്രതിയെ ഇതുപോലെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഉത്തരവാദിത്വം പുള്ളി സ്വയം ഏറ്റെടുക്കുകയാണ്. ആ ഒരു യാത്രയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഈ സിനിമയിൽ വളരെ ഇംപ്രസീവായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഥയെ വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു നിരന്തര ശ്രമം ഇവർ നടത്തുന്നുണ്ട്. ആകെ മൊത്തത്തിലുള്ള കഥയുടെ ഘടന നോക്കിക്കഴിഞ്ഞാൽ വളരെ ലീനിയർ ആയിട്ട് സെന്റിമെന്റൽ ഭാഗങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് നരേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. എന്നാൽ സുരേഷും തമിഴും സിനിമയ്ക്കൊരു ഗ്രാഫ് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നായക കഥാപാത്രം എത്തരത്തിലുള്ള ആളാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, നമ്മളെ സിനിമയിലേക്ക് ഇന്നാക്കുന്ന ഒരു സീക്വൻസ് വെച്ചിട്ടാണ് പടം ആരംഭിക്കുന്നത്. അതിനുശേഷം ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമായ അബ്ദുൾ റഊഫ് ചിത്രത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലാണ് കഥ പോകുന്നത്. അതായത് ഈ കഥാപാത്രം ചാടിപ്പോകാൻ ശ്രമിക്കുമെന്ന് നമുക്ക് തോന്നുന്ന മൊമെന്റുകളാണ് പിന്നീട് വരിക. അതിന് പാരലായിട്ട് അയാൾ എങ്ങനെ ജയിലിലെത്തി എന്നതും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞ എഴുത്തിലുള്ള സാമർത്ഥ്യം നമുക്ക് കാണാൻ സാധിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ജനറിക് മൂവി എന്നതിൽ നിന്ന് ഇമോഷണൽ ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സിനിമ എന്നതിലേക്ക് പടം മാറുന്നത് അവിടെയാണ്. കഥയുടെ ഘടന അതിഗംഭീരമായിട്ട് മാറുന്നൊന്നുമില്ല. പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ നമ്മൾ ഊഹിക്കുന്നതിൽ നിന്ന് ചെറുതായിട്ട് പടം മാറിപ്പോകും. അത് 2 രീതിയിൽ വർക്കാകുന്നുണ്ട്. ഒന്ന്, നമ്മളിൽ പടത്തിനെ കുറിച്ചൊരു ക്യൂരിയോസിറ്റി വരും. അതേസമയം തന്നെ അതൊരു ഡിസ്ട്രാക്ഷൻ ആയിട്ടും വർക്കാകുന്നുണ്ട്. സിനിമകളിൽ മാത്രം കാണുന്ന ഒരു ക്ലോഷർ പരിപാടി കാണിച്ച് പടം അവസാനിക്കുമെന്ന് വിചാരിക്കുന്ന സ്ഥലത്താണ് ഈ കഥയിലെ ശരിയായ നീതികേട് സിനിമ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. ചുമ്മാ ബാക്ക് സ്റ്റോറിയിൽ കുറെ കഥ കാണിച്ചു എന്ന രീതിയിൽ അതുവരെ നമ്മൾ കണ്ട പല പോയിന്റുകളും ആ ഒരു മൊമെന്റിനെ കൂടുതൽ ഇമ്പാക്ട്ഫുൾ ആക്കുന്നുണ്ട്. സിനിമയുടെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ, ഇതിന് ശേഷവും ഇമോഷണൽ ട്വിസ്റ്റുകൾ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന തരം എലമെന്റുകൾ തിരക്കഥയിൽ വീണ്ടും വരുന്നുണ്ട്. വിക്രം പ്രഭുവിന്റെ കരിയറിലെ വളരെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് തീർച്ചയായിട്ടും കതിരവൻ എന്ന ഈ സിനിമയിലെ ക്യാരക്ടർ. എഴുത്തിൽ തന്നെ ആ കഥാപാത്രത്തെ അവർ സട്ടിലാക്കിയിട്ടുണ്ട്. പെർഫോമൻസിലേക്ക് വരുമ്പോൾ കതിരവന്റെ ദേഷ്യവും സംശയവും മനുഷ്യത്വവും എല്ലാം കുറച്ചുകൂടെ ഇന്റേണലൈസ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കാൻ വിക്രം പ്രഭുവിന് സാധിക്കുന്നുണ്ട്. LK അക്ഷയ് കുമാറാണ് ഇതിലെ അബ്ദുൾ റഊഫ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. കതിരവന്റെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെയാണ് ഈ കഥാപാത്രത്തെ നമ്മൾ ഭൂരിഭാഗം സമയത്തും കാണുന്നത്. തുടക്കത്തിലെ പരിങ്ങലിൽ തുടങ്ങി അവസാനത്തെ കരച്ചിൽ വരെയുള്ള റൌഫിന്റെ ട്രാൻസിഷൻ അക്ഷയ് കുമാർ നല്ല രീതിയിൽ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അയാം കാതലിനിലും മരണമാസിലും ഒക്കെ ഉണ്ടായിരുന്ന അനിഷ്മ അനിൽകുമാർ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട കഥാപാത്രമായ കാലൈ അരസ്യ അവതരിപ്പിച്ചിട്ടുണ്ട്. അനിഷ്മയെ കാണുമ്പോഴുള്ള മുഖത്തെ നിഷ്കളങ്കത ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും പെർഫോം ചെയ്യാൻ സാമാന്യം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ആർക്ക് ഇവിടെ ഉണ്ട്. അത് അനിഷ്മ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുമുണ്ട്. മറ്റൊരു മലയാളിയായിട്ടുള്ള രമ്യ സുരേഷിനും ഈ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ ലഭിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റ് സജീവമാകുന്നതിന് മുന്നേ സെറ്റ് ചെയ്തിട്ടുള്ള ഈ സിനിമ അതിന്റെ കഥാപശ്ചാത്തലം സെറ്റ് ചെയ്യാൻ നല്ലപോലെ സമയം എടുക്കുന്നുണ്ട്. 98-ലെ സ്ഫോടനങ്ങൾക്ക് ശേഷം തമിഴ്നാട്ടിൽ മുസ്ലിം പേരുള്ളവർ ഫേസ് ചെയ്യേണ്ടി വന്ന ജഡ്ജ്മെന്റ് ഈ തിരക്കഥയിലേക്ക് നല്ല രീതിയിൽ അവർ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ അബ്ദുൾ റഊഫ് നേരിടുന്ന നീതികേടിന്റെ ലിസ്റ്റിലേക്ക് അതും ചേർക്കപ്പെടുന്നുണ്ട്. വിക്രം പ്രഭുവിന്റെ കഥാപാത്രത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെയാണ് പ്രേക്ഷകൻ കാര്യങ്ങൾ അറിയുന്നത് എന്നതുകൊണ്ട് വൈകിയ നീതി എന്ന അവസ്ഥയുടെ ഷോക്ക് കുറച്ചുകൂടെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. കഥ ഏത് രീതിയിലേക്ക് മാറുമെന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിൽ മാറി മറയുന്ന അവസാനത്തെ 15 മിനിറ്റിലൂടെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കാര്യം സിനിമാറ്റിക്കലി കമ്പല്ലിംഗ് ആയിട്ട് അവതരിപ്പിക്കാൻ സിറൈ എന്ന സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്